അവര് എന്നെ കണ്ട് എനിക്ക് അനുഗ്രഹം തരാൻ വേണ്ടി വന്നതാണ്. ഒരു പട്ടിയെ തരാൻ വന്നല്ലോ. എനിക്കറിയില്ല. എനിക്കൊരു പട്ടിയെ എൻ്റെ കയ്യിൽ തന്നിട്ടില്ല. അവരെന്നെ വന്ന് അനുഗ്രഹിച്ചിട്ട് പോയി. ഞാൻ അവിടെ ചെല്ലാന്ന് പറഞ്ഞു ശിവഗിരിയിൽ എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും, അവരെ കൂടെ പ്രതിദാനം ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നോക്ക്, ഇതിന് മുമ്പുണ്ടായിരുന്ന UDF മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ കൂടി ആണോ? പിന്നെ ഈഴവ സമുദായത്തിന്റെ ഉദ്ദേശിച്ച് നിങ്ങൾ പറഞ്ഞത് പ്രാതിനിധ്യം കൂടി. പിന്നെ മുഖ്യമന്ത്രിയേക്കാൾ വലിയ ശ്രീനാരായണീയൻ ആരാളുള്ളത്? ഞാൻ ഭയങ്കര ശ്രീനാരായണീയനാണ്. ഞാൻ ശിവഗിരി അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സമ്മാനം കിട്ടിയത്, അത് ഗുരുദർശനത്തെക്കുറിച്ച് ഉപന്യാസം എഴുതിയതിനാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കും ആദ്യത്തെ സമ്മാനമാണ് കിട്ടിയത്. ഇതെന്താ വേണ്ടത്? അദ്ദേഹം പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് കോൺഗ്രസിന് വിട്ടുതരാൻ സൗമനസ്യം കാണിച്ച രാഷ്ട്രീയ നേതാവാണ്. ഈ UDFിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഗൈഡൻസും ഞങ്ങൾക്ക് തരുന്ന ആളാണ്. അദ്ദേഹത്തെയൊക്കെ നമ്മളങ്ങനെ കൈകാര്യം ചെയ്യാനല്ലോ. ഇല്ല, അവര് UDFിലുള്ള കക്ഷിയല്ലല്ലോ, UDFിന് പുറത്ത് നിൽക്കുന്ന കക്ഷി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.